സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഫ്ലോ ഓഫ് ദ ഇവന്റ് എങ്ങനെയാണ് നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ കണ്ടന്റ്സ് എന്തായിരിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. റോഡ് മാപ്പ് ടു സക്സസിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് എക്സാക്ട്ലി ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള എക്സാക്ട്ലി അതേ പോയിന്റുകൾ തന്നെയാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും ഇതിലത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നോർമലി ഒരു 8 തൊട്ട് 10 പേരെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ. 2, ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പേസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോള് റെന്റിന് എടുക്കേണ്ടതില്ല. ഹോള് റെന്റ് എടുത്താൽ ഒരുപക്ഷെ അതിന്റെ എഫക്റ്റീവ്നെസ് ഒരുപക്ഷെ കുറയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീട്ടിൽ നടത്തുന്നതിനാണ് കൂടുതൽ നമ്മൾ പ്രിഫറബിളി അതാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. പക്ഷെ അതിന് സാഹചര്യം പോലെ നമുക്കത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, ഇനി വീട്ടിൽ തന്നെ ചെയ്യാവൂ എന്നുള്ളൊരു നിയമമൊന്നുമില്ല. പക്ഷെ പ്രിഫറബിളി നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മാക്സിമം പോയാൽ ഒരു മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെ ആണ് അതിന്റെ ടൈമിംഗ് നമ്മൾ നോക്കേണ്ടത്. അതുകൂടാതെ ഇത് ഇന്ന ദിവസം നടത്തണം അങ്ങനെയൊന്നുമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും നടത്താം, എപ്പോൾ വേണമെങ്കിലും നടത്താം. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, നമ്മൾ ആഴ്ചയിൽ ഒരു തവണ നമ്മളുടെ ഒരു ലോക്കൽ, ഇങ്ങനെ ചിന്തിക്കാം കേട്ടോ, ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ നാട്ടിലുള്ള ഈ പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു വാർഡിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ഉള്ളിൽ കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും കൂടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്യുന്നതിനെ നമുക്ക് വേണമെങ്കിൽ പേസ് മീറ്റിംഗ് എന്ന് വിളിക്കാം. സിമ്പിൾ ആണ് ഇത്. ഈ പേസ് മീറ്റിംഗിന്റെ ഒരു എന്താ പറയാ ഭാവന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ഭയ്യ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മുടെ മലയാളീകരിച്ച ഭാഷയിൽ അതിനെ ഒന്ന് സംസാരിക്കാം. നമ്മൾ ഒരു വീടിന്റെ ലിവിങ് റൂമിൽ നമുക്കൊരു പക്ഷെ ഏതെങ്കിലും ഇവന്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമുകളൊക്കെ വരുന്ന സമയത്ത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വട്ടമിട്ട് ഇരുന്ന് എന്താ പറയാ അൺഒഫീഷ്യലായിട്ട് അനൗപചാരികമായിട്ട് ഒരുപക്ഷെ വന്ന ഗസ്റ്റുകളിൽ ഒരാൾ ചിലപ്പോൾ കളക്ടർ ആയിരിക്കും, ഒരാൾ ചിലപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവ് എന്ന് പറയുന്നത് മേ ബി ഡോക്ടർ ആയിരിക്കും. അത് വിഷയമല്ലാതെ നമ്മൾ അനൗപചാരികമായിട്ട്, എന്നാൽ ഒബ്ജക്റ്റീവ് ഉണ്ട്. എന്താണ് കാര്യം? നമ്മുടെ ആ ഒരു ഇവന്റിന് വേണ്ടിയിട്ടാണ് ആളുകൾ വന്നിട്ടുള്ളത് അല്ലെ. അപ്പോൾ അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചോ അനൗപചാരികമായിട്ടുള്ള രീതിയിൽ, എന്നാൽ കുറച്ചൊക്കെ ഔപചാരികമായിട്ടുള്ള ആ ഒരു ശൈലിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ബേസിക്കലി അതാണ് ഭയ്യ പറഞ്ഞിട്ടുള്ള പേസ് മീറ്റിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. എന്ന് പറഞ്ഞാൽ അത്രയും കാഷ്വൽ ആയിട്ടുള്ള, എന്നാൽ ഒട്ടും എന്താ പറയാ കാര്യം അതിലുണ്ടാവണം. നമ്മളിപ്പോ എന്നാൽ ശരി നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് മറ്റെന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് വേൾഡ് വാറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചോ ഒന്നും സംസാരിച്ച് വെറുതെ അങ്ങനെ നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ അത്തരത്തിലുള്ള ചർച്ചകളിലൊന്നും നമ്മൾ ഒഴിവാവുകയും വേണം. അതൊക്കെ നമ്മുടെ കാർഡിനൽ റൂൾസിൽ പറയുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നില്ല. ശരി, അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ഭാവന. 1.5 മണിക്കൂറാണ് അതിന്റെ ടൈമിങ്. നമുക്കൊരു വീട്ടിൽ വെച്ച് ചെയ്താൽ മതി. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു, എല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ ബിസിനസിനെ കുറിച്ച്, പ്രൊഡക്റ്റിനെ കുറിച്ചും സിസ്റ്റത്തിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നു. ഡിസ്കഷൻ ആണ് അവിടെ, സെഷൻ അല്ല. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. ഡിസ്കഷനും സെഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിസ്കഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. സെഷൻ എന്ന് പറയുന്നത് ഒരാൾ സംസാരിക്കും, തീർച്ചയായിട്ടും ഒരാൾ അതിൽ ലീഡ് ചെയ്യുന്നുണ്ടാവും. അതേ സമയത്ത് തന്നെ ആ ലീഡ് ചെയ്യുന്ന വ്യക്തി പോലും എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവേണ്ടത്? ആ ഒരു ഡിസ്കഷൻ മോഡിലേക്ക് ഇതിനെ കൊണ്ടുപോവാണ് മെയിനായിട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിലത്തെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ലീഡർ ഉണ്ടാവും. അദ്ദേഹം ഇപ്പോൾ 10 കോർ സ്റ്റെപ്പിനെ കുറിച്ചാണെങ്കിൽ തന്നെ സംസാരിക്കുന്ന സമയത്ത്, ഇപ്പോൾ സപ്പോസ് നമുക്ക് ഡ്രീംസിനെ കുറിച്ച് സംസാരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഡ്രീംസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്രീമിനെ കുറിച്ച് നമുക്കൊന്ന് സ്വന്തമായിട്ട് ചിന്തിച്ചു നോക്കാം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ ഡ്രീം ഇതാണ്. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും അടുത്ത നമ്മുടെ സ്റ്റാർ ക്രൂയിസിൽ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങൾ? സ്റ്റാർ ക്രൂയിസിൽ എന്തായാലും പോകുന്നുണ്ട്, അതിൽ തീരുമാനമാണ്. പക്ഷെ പോകുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ
ഇൻകം ലെവല്, ഇപ്പൊ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ആളുകളെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഒരു ചർച്ച എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ്. ലീഡിംഗ് റോളിലുള്ള ഒരാളുണ്ടാവും. എനിവേ, നമുക്കിപ്പോ ആദ്യം തൊട്ട് വേണമെങ്കിൽ അതിനെ പോയിന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഇതെങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടത്. ആദ്യം തന്നെ ഒരു 10 ആളുണ്ട്, 10 ആളും പരസ്പരം സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സ്വയം പരിചയപ്പെടുക. എന്തിനാ പരിചയപ്പെടുന്നത്? 2 കാര്യത്തിനാണ്. നമ്മളെ പരിചയമുള്ള വ്യക്തികളുണ്ടാവും, പരിചയമില്ലാത്ത വ്യക്തികളുണ്ടാവും. അപ്പോൾ പരസ്പരം പരിചയപ്പെടുത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് അവരിൽ സംസാരിക്കാനുള്ള ഒരു വിമുഖത ഇല്ലാണ്ടാവുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഞാൻ ആരാണ് എന്നുള്ളത് എനിക്ക് പറയാം, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയാം, ഞാൻ എവിടെ നിന്ന് വരുന്നു എന്ന് പറയാം, എന്നെ ആരാണ് ഇതിൽ കണക്ട് ചെയ്തതെന്ന് പറയാം, ഞാൻ എന്തിനാണ് കണക്ട് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു ടെൻഷനില്ലാതെ സംസാരിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ പുതിയ ആളുകളിൽ സംസാരിക്കാനുള്ള ഒരു വിമുഖത ഒഴിവാക്കാൻ കൂടെ ഇത് വളരെ സപ്പോർട്ടീവായിട്ട് മാറുന്നുണ്ടായിരിക്കും. 2, പുതിയ ആളുകളെ നമ്മൾ ഇപ്പോ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളിൽ പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യാം, അവരിവിടെ വന്നതിന് നമ്മൾ താങ്ക്സ് പറയാ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ചില ആളുകൾ പറയാറുണ്ട്, താങ്ക്സ് പറയേണ്ട ആവശ്യമുണ്ടോ, നമ്മൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കല്ലേ. പക്ഷെ താങ്ക്സ് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. ബേസിക്കലി എത്ര നമുക്ക് താങ്ക്സ് കൂടുതൽ പറയാൻ പറ്റുമോ, അത് നമ്മൾക്ക് ഒരുപക്ഷെ നമ്മളെക്കാൾ ചെറിയവൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ. സോ നമുക്ക് ഏതൊരാളുടെ താങ്ക്സ് പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. നമുക്കൊരാൾ വന്നു, നമ്മളുടെ ടീമിലേക്ക് വന്നതാണല്ലോ. സോ ഇന്ന് വന്നതിന് നന്ദി. എന്തായാലും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത വ്യക്തികളോട് നിങ്ങളൊരു പക്ഷെ താങ്ക്സ് പറയുന്ന ലെവലിലേക്ക് എത്തുന്നുണ്ടായിരിക്കും. ആ രീതിയിൽ നമ്മൾ അതിനെ ആ ലെവലിൽ ചിന്തിക്കാം. ഓക്കെ, സോ അവരുടെ വന്നതിന് താങ്ക്സ് പറയുക. പേസ് മീറ്റിങ്ങിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് ജസ്റ്റ് അതൊക്കെ സംസാരത്തിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദെൻ നമ്മുടെ പ്രവർത്തന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ 10 കോർ സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതിന്റെ ഓരോ പോയിന്റിന്, എല്ലാ പോയിന്റും 10 കോർ, ഇന്ന് നമുക്ക് 10 കോർ സ്റ്റെപ്പിനെ കുറിച്ച് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. 10 കോർ സ്റ്റെപ്പ് എന്ന് പറയുന്നതിലെ ഓരോ പോയിന്റ് എല്ലാ പോയിന്റും ഒരുമിച്ച് സംസാരിക്കണം എന്ന് നിർബന്ധമില്ല. അതിലുള്ള പോയിന്റുകൾ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ 10 കോർ സ്റ്റെപ്പ് എങ്ങനെ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുന്ന ലെവലില്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇന്നൊരു കാര്യം ചെയ്താലോ. ഇപ്പൊ ഒരു 8 ആളുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് ഇന്നൊരു ഗെയിമായിട്ട് ഒരു കാര്യം ചെയ്താലോ. നമുക്ക് എല്ലാവർക്കും ഇതാണ് പേസ് മീറ്റിംഗിന്റെ അഡ്വാൻറ്റേജ്. നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാവരും ഒരു ബുക്കും പെന്നും എടുക്കോ, അല്ലെങ്കിൽ എല്ലാവരും ഒരു പേപ്പറും പെന്നും എടുക്കോ. ആർക്കെങ്കിലും പേപ്പറും പെന്നും ഇല്ലാത്തതുണ്ടോ? അവിടെ പെന്നില്ല, എന്നാൽ ശരി, എന്നൊരു പെന്ന് അവിടെ കൊടുക്കുക, ഒരാൾക്ക് ബുക്ക് കീറി കൊടുക്കുക. അപ്പോൾ ബുക്ക് ചെയ്യുന്ന ഒരു പേപ്പറൊക്കെ കീറി കൊടുക്കുമ്പോൾ ബേസിക്കലി ഇതൊക്കെ വളരെ എല്ലാവരും ഇന്ററാക്റ്റീവ് ആയിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ അവിടേക്ക് ഒരാൾ പേപ്പർ കൊടുത്തു, ഇവിടേക്ക് ഒരാൾ പെന്ന് കൊടുത്തു, അങ്ങനെ നമ്മുടെ മറ്റേ കട്ടപ്പന ഋത്വിക് റോഷൻ സിനിമയിൽ പറയണ പോലെ 2 പേനുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഓരോരുത്തരും ആക്ച്വലി ഇതും ഒരു പ്രോസ്പെക്ടിങ് സ്കില്ലാണ്. നമുക്ക് വേണ്ടൊരു കാര്യം മറ്റൊരാളുടെ അടുത്ത് ആവശ്യപ്പെടാനുള്ള ഒരു സ്കില്ല് ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമല്ലേ. ഇങ്ങനെ തുടങ്ങി ഇതിനെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയാണ്, നമുക്കൊരു ഗെയിമായിട്ട് ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അടുത്ത ഒരു 30 മിനിറ്റ്സ് അടുത്തൊരു 10 മിനിറ്റ്സ്, അടുത്തൊരു 10 മിനിറ്റ് കൊണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ പേര് എഴുതാൻ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ തുടങ്ങുകയാണ്. ഉദ്ഘാടനം കർമ്മം എൻ്റെ ലിസ്റ്റിൽ ഞാൻ ഒരാളുടെ പേര് ആഡ് ചെയ്ത് നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സിമ്പിളായിട്ട്, അത്രയും കാഷ്വൽ ആയിട്ട്. ഞാൻ പറയണതിന്റെ ഒബ്ജക്റ്റീവ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ അധികം ആളുകൾക്ക് അതിൽ രസകരമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ആ രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, നമുക്ക് 10 കോർ സ്റ്റെപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസ് നമുക്കതിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദെൻ ഇൻവിറ്റേഷനെ കുറിച്ച് പറയല്ല, ഇൻവിറ്റേഷൻ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പറയാ, ഇങ്ങനെ തന്നെ പോയിന്റുകൾ, നിങ്ങളിപ്പോൾ ഇൻവൈറ്റ് ചെയ്തതിൽ എന്താണ് ചലഞ്ച് വന്നത്, ഇദ്ദേഹം ഇൻവൈറ്റ് ചെയ്തതിൽ എന്താണ് ചലഞ്ച് വന്നത്. അപ്പോൾ ഓരോ വ്യക്തികളെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ എല്ലാവരുടെയും മിസ്റ്റേക്കുകൾ കാണാനും
മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടാവും. നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരാളുടെ മിസ്റ്റേക്ക് നമ്മൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിന് അത് മുറിവേൽപ്പിച്ചുകൊണ്ടാവരുതെന്ന് മാത്രം. അവരെ നമുക്ക് കാര്യം ഇന്നതാണ് കാര്യം, നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്ത് വളരെ അടിപൊളിയായിരുന്നു, ഒരുപക്ഷെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു പുതിയൊരാൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു പോയിന്റ് അതൊന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞ ആ ഒരു പോയിന്റ് ഒന്ന് മാറ്റി ചെറിയൊരു മാറ്റത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കിട്ടുന്ന റിസൾട്ട് വളരെ കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ പ്രൊഡക്റ്റുകളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പ്രൊഡക്റ്റുകൾ നമ്മൾ വെച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ എല്ലാ പ്രൊഡക്റ്റിനും ഒന്നുമല്ല, നമുക്ക് ഓക്കെ പ്രൊഡക്റ്റ് ഓഫ് ദ വീക്ക് ആവാം, അല്ലെങ്കിൽ കാറ്റഗറി ഓഫ് ദ വീക്ക് ആവാം. ഇപ്പൊ നമ്മൾ ഈ ആഴ്ച നമുക്ക് ഹെയർ കെയർ റേഞ്ചിനെ കുറിച്ച് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? നിങ്ങൾ ആരൊക്കെ ഹെയർ കെയർ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്? അപ്പോൾ ചില ആളുകൾ പറയും ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടീഷണർ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കണം എന്ന് വിചാരിച്ച് വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്ന, നിങ്ങൾക്ക് ഉപയോഗിച്ച സമയത്ത് കിട്ടിയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഉപയോഗിച്ച ആളുടെ അടുത്ത് നമ്മൾ എക്സ്പീരിയൻസ് പറയിപ്പിക്കാം. അപ്പോൾ അങ്ങനെ അല്ലാതെ പ്രൊഡക്റ്റിന്റെ ഉള്ളിലുള്ള കണ്ടന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണ്ടെന്നല്ല പറയുന്നത്, സംസാരിച്ചതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ഒരുപക്ഷെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്റ്റോറീസ് വിൽ സെൽ എന്ന് പറയും. അതായത് എപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നത് സ്റ്റോറികളാണ്. അത് നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു സ്റ്റോറി ഉണ്ടാവണം, ഒരു മാറ്റർ, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഡ്രീം ബിൽഡിംഗ്, അതിനെക്കുറിച്ച് നമുക്കൊരു സ്റ്റോറി ഉണ്ടാക്കാം. ഇപ്പൊ ഒരു ലിസ്റ്റ് ബിൽഡിംഗ്, അതിനെക്കുറിച്ച് ഒരു സ്റ്റോറി ഉണ്ടാക്കാം. നമുക്ക് എന്ത് കാര്യത്തിനെ കുറിച്ചും അതിനെ ബേസ് ചെയ്തൊരു സ്റ്റോറി, അതിനെക്കുറിച്ചൊരു സ്റ്റോറീസ് നമുക്ക് ഉണ്ടെങ്കിൽ, ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഒരുപക്ഷെ ഇങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പ്രൊഡക്റ്റ് ഓഫ് ദ വീക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സംസാരിക്കാം. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊന്ന്, കാരണം ആർക്കും എക്സ്പീരിയൻസ് ഇല്ല, ആർക്കും അതിനെക്കുറിച്ചുള്ള സ്റ്റോറീസ് ഇല്ല, ആർക്കും അതിനെക്കുറിച്ചൊരു യാതൊരു അനുഭവങ്ങളും ഇല്ല. അപ്പൊ നമുക്ക് അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ, അവര് ബിസിനസ്സിലൂടെ വിജയിച്ച സ്റ്റോറികൾ, വിജയിച്ച പാതകൾ, ആ പാതകളിൽ അവരെന്തൊക്കെ ചെയ്തു, ഏതൊക്കെ രീതിയിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്, ഏതൊക്കെ സ്ട്രഗിൾസിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയുള്ള വ്യക്തികളുടെ എക്സ്പീരിയൻസുകൾ നമ്മൾ ഷെയർ ചെയ്യിപ്പിക്കുക. അത് നമ്മൾ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. സിസ്റ്റം അറിവ്, അവര് വിജയിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള, അവരുടെ അറിവ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ടീവായിട്ടുള്ള ടൂൾസുകൾ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് ഓരോരുത്തരെയും നമുക്കൊരു ഇന്റർവ്യൂ മോഡൽ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇതിനെ കൊണ്ടുപോകാം. ഫാമിലി റിയൂണിയനിൽ പോകുന്ന സമയത്ത് പതിനായിരങ്ങളുടെ കേസിലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണാറുള്ളത്, അല്ലെ? അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പേസ് മീറ്റിങ്ങിനെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ടൂൾസിനെ അപ്ലൈൻ മീറ്റിംഗ് ഇവരൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് അപ്ലൈൻ്റെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്, ദ ന്യൂ പ്രൊഡക്റ്റ് അനൗൺസ്മെന്റ്, വരാനിരിക്കുന്ന പുതിയ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയാണ് ഇപ്പോൾ അവാർഡ് ഫംഗ്ഷൻ വരാൻ പോകുന്നു, നമുക്ക് എന്തുകൊണ്ട്, നമ്മൾ ഇത്രയും ആളുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ആദ്യം നമ്മളുടെ ലെവലിൽ നമുക്കൊരു ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു വണ്ടി എന്തുകൊണ്ട് ബുക്ക് ചെയ്ത് പൊക്കൂടാ, നമുക്ക് ആദ്യം ഒരു ട്രാവലർ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ അനുഭവം, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം. നമുക്കൊന്ന് മുന്നോട്ട് പോയാലോ എന്നുള്ള രീതിയിൽ നമ്മൾ ആ പ്രോഗ്രാം ആദ്യം പ്രൊമോട്ട് ചെയ്യുക, ദെൻ നമുക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന ഇവന്റ്, ഇപ്പോൾ ഒരു പക്ഷേ ഭരതേട്ടന്റെ ഒരുപാട് ഇവന്റ്, സീരീസ് ഓഫ് ഇവന്റ്സ് നമുക്ക് പല സ്ഥലങ്ങളിൽ നടക്കുന്നു. സോ ഇത്തരത്തിലുള്ള ഇവന്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ഈ ഇവന്റിൽ നമ്മൾ ഓരോരുത്തരും മിനിമം 2 ആളെ കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ 5 ആള് 2 പേരെ കൊണ്ടുവന്നു നമുക്ക് 15 ആളെ കൊണ്ടുവരാൻ സാധിക്കില്ലേ? അപ്പൊ അടുത്ത പേസ് മീറ്റിങ്ങിന് നമ്മൾ കൂടുന്ന സമയത്ത് 15 ആളുണ്ടാവും. കുറച്ചും കൂടെ രസകരമായിരിക്കും, കുറച്ചും കൂടെ എക്സൈറ്റിംഗ് ആയിരിക്കും. ഈ രീതിയിൽ നമ്മൾ അതിനെ ആക്കി തീർക്കാം. മൾട്ടിപ്ലിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് വീണ്ടും ചിന്തിക്കുക. ഓക്കെ, അംഗീകാരം. കഴിഞ്ഞ മാസം ഒരു പക്ഷേ റെഗുലർ ആയിട്ട് കൺസിസ്റ്റൻസി ക്ലബ്ബ് കംപ്ലീറ്റ് ചെയ്ത് 4 മാസം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, ഇത് നിസ്സാര കാര്യമല്ല. ഒരുപക്ഷെ കൺസ്യൂമർ മൈൻഡ് സെറ്റ് ആണോ എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്തല്ലോ, നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ റെക്കഗ്നിഷൻ കൊടുക്കാം. റെഗുലർ ആയിട്ട് കോർ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് സ്ഥിരമായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, അത് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ അതാത് മാസങ്ങളിൽ നമ്മൾ റെക്കഗ്നേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു അംഗീകാരം കൊടുക്കുക, ഒരു ബഹുമാനം കൊടുക്കുക.
കൺസിസ്റ്റൻസി ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ 4 ആ സീരീസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് കൊടുക്കുക. റെഗുലർ ആയിട്ട് പുതിയതായിട്ട് പ്ലാൻ പ്രസന്റേഷൻ ഒരാൾ പഠിച്ചു, അല്ലെങ്കിൽ പുതിയതായിട്ട് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ തുടങ്ങിയ ഒരാൾ, അവർക്ക് നമുക്കൊരു അംഗീകാരം കൊടുക്കണ്ടേ? ഇതൊക്കെ നമ്മൾ എവിടെ കൊടുക്കാൻ പറ്റുക? അതൊക്കെ കൊടുക്കേണ്ട സ്ഥലമാണ് പേസ് മീറ്റിംഗ്. ഒരുപക്ഷെ നമ്മുടെ CEO മീറ്റിങ്ങിലോ അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ അതൊന്നും സാധിച്ചെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പേസ് മീറ്റിംഗ് ആണ്. ഓക്കെ. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുക. നമ്മളൊരു പക്ഷേ അംഗീകാരം നേടിയ വ്യക്തികൾ നേടിയ അംഗീകാരം അത് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറത്തക്ക രീതിയിൽ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക, മറ്റുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ആളുകൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റുകൾ നമ്മൾ കൊടുക്കുക. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? എല്ലാവർക്കും അല്ല. ഒരുപക്ഷെ ഇപ്പൊ നിങ്ങളൊരു പക്ഷെ ഒരു സിൽവർ ഡയറക്ടർ ആണെന്ന് വിചാരിക്കൂ. ഈ സിൽവർ ഡയറക്ടർ ലെവലിൽ നിങ്ങളുടെ ടീമിൽ ഒരു ബ്രോൺസ് ഡയറക്ടർ എന്തായാലും ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഒരു 12% നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളെ എന്ത് ചെയ്യുക? അവർക്ക് ഏതെങ്കിലും കുഞ്ഞു ടോപ്പിക് കൊടുക്കുക. കുഞ്ഞു ടോപ്പിക്, ഒരു പക്ഷേ റൈസ് ബ്രാൻ ഓയിലിനെ കുറിച്ച് നിങ്ങളൊന്ന് സംസാരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം കേട്ടോ. ഈ രീതിയിൽ നമ്മളൊരു കുഞ്ഞു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാനുള്ള സ്കില്ല് പതുക്കെ പതുക്കെ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ സംസാരിക്കാൻ വേണ്ടി ആദ്യമായിട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇന്ന പോയിന്റുകൾ നിങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇത് ലാഘവത്തോടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നമുക്ക് ഈ പ്രോഗ്രാം വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ലീഡർഷിപ്പ്, നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൽ 2 ബ്രോൺസോ 3 ബ്രോൺസോ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ആ ലീഡേഴ്സായിട്ട് അവസാനം ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ലീഡർഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് സംസാരിക്കുക. എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് സബ്ജക്റ്റുകൾ ഉണ്ട്, നമുക്ക് അറിയാം അല്ലെ? അപ്പോൾ ലീഡർഷിപ്പ് സബ്ജക്റ്റുകളെ അടിസ്ഥാനമാക്കിയിട്ട് സംസാരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് നമ്മൾ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സംസാരിക്കണം. ഒരു പുതിയ വ്യക്തിയോട് സംസാരിക്കുന്ന രീതിയിലല്ല നിങ്ങളുടെ ടീമിൽ ഒരു ക്രൗൺ ഡയറക്ടർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പെരുമാറുക. ഓക്കെ. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേസ് മീറ്റിംഗ് വളരെ ഫലപ്രദവും പ്രചോദനാത്മകവുമായിട്ട് മാറുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് വളരെ എഫക്റ്റീവായിട്ട് മാറുന്നുണ്ടാവും. എല്ലാവർക്കും അത് ഇനി അടുത്ത പേസ് മീറ്റിങ്ങിന് എന്നാണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആളുകൾക്കൊരു ഒരു കൗതുകം ജനിപ്പിക്കാൻ പറ്റണം. നമുക്ക് ഓരോ ഇവന്റും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ആളുകൾക്ക് ആ ഒരു കൗതുകം ഇനി എന്നാണ്, അതിനെന്തായാലും ഞാനുണ്ട്. ആ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യണം? ആളുകൾക്ക് ഇതൊരു ഹരമാക്കി മാറ്റണം, ആളുകൾക്ക് ഇതൊരു ആവേശമാക്കി മാറ്റണം, ആളുകൾക്ക് ഇതൊരു ലഹരിയാക്കി മാറ്റണം. ഓക്കെ. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ സീരീസ് ഓഫ് ഇവന്റ് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഇത് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഹാളിന്റെ ആവശ്യമില്ല, വലിയ സ്റ്റേഡിയത്തിന്റെ ആവശ്യമില്ല. ഇത് നമുക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല വ്യത്യാസം ഉണ്ടാവും. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫാമിലി റിയൂണിയൻ മെഗാ ഇവന്റ് നമ്മൾ എങ്ങനെയാണോ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്രകാരം തന്നെ പേസ് മീറ്റിംഗ് പ്രൊമോട്ട് ചെയ്യുക. നിങ്ങളുടെ ടീമിൽ നടക്കുന്ന പേസ് മീറ്റിങ്ങുകളുടെ എണ്ണം അനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിലെ മൊമെന്റം അളക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീം എത്രമാത്രം മൊമെന്റത്തിലാണ്, നിങ്ങളുടെ ടീമിന്റെ വൈബ് എന്താണ്, നിങ്ങളുടെ ടീമിന്റെ പവർ എന്താണ്, നിങ്ങളുടെ ടീമിന്റെ എനർജി എന്താണ്, എത്ര പേസ് മീറ്റിംഗ് നിങ്ങളുടെ ടീമിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നോക്കിയാൽ മതി. എത്ര പേസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഹോം മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. പേസ് മീറ്റിങ്ങുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ടീമിൽ ഹോം മീറ്റിങ്ങുകളുടെ എണ്ണം കൂടുക. ഓക്കെ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോമുകളിലേക്ക് കുറെ പോകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ 1-to-1 കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡിവിജ്വൽ ഗെയിം ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പോയാലേ 1-to-1 ഒരുപക്ഷെ പലപ്പോഴും നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലെവലിൽ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹോം മീറ്റിങ്ങുകളുടെ എണ്ണം ടീമിൽ കൂട്ടുക എന്നുള്ളതാണ്. ഇന്നലെ നമ്മുടെ ടീമിൽ ഒരു ബ്രോൺസ് ഡയറക്ടർ ലെവലിലുള്ള ഒരാൾ, അവര് ആദ്യമായിട്ട് സ്വന്തം വീട്ടിൽ ഞാൻ തന്നെ, വേറൊരാളും ഇല്ല, അപ്ലയൻസ് ഒരാളും അവൈലബിൾ അല്ല, സ്വന്തമായിട്ട് ഹോം മീറ്റിംഗ് ചെയ്തു. ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് അവരെ വിളിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? പറഞ്ഞു ഫീലിംഗ് ടോപ്പ് ഓഫ് ദ സ്കൈ. അത്രമാത്രം എക്സൈറ്റഡ് ആണ്. തുടങ്ങുന്നതിന് മുമ്പ് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഇനി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ? അപ്പൊ ഇനി ആവശ്യമില്ല, ഇനിയിപ്പോ എന്തായാലും ഇതിന്റെ അടുത്ത ലെവലിലുള്ള എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ വന്നാൽ മതി. ഓക്കെ, നോ ഇഷ്യൂ. എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ നമുക്ക് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകാനൊക്കെ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് പേസ് മീറ്റിങ്ങുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്
ഹോം മീറ്റിങ്ങുകളുടെ എണ്ണം കൂടും. ഇപ്പൊ ഞാനൊരു പേസ് മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഹോം മീറ്റിങ്ങുകൾ എല്ലാവരും ഒരു 12-ാം തീയതിക്കുള്ള ഒരെണ്ണെങ്കിലും ഒന്ന് കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഓൺലൈൻ ആയിട്ടുള്ള ഒരു പേസ് മീറ്റിംഗിൽ വെച്ചിട്ട്. ഓക്കെ, അങ്ങനെയാണ് അവർ ഡേറ്റ് അവർ ആദ്യം തന്നെ ഫിക്സ് ചെയ്തു. പിന്നെ നോക്കുന്ന സമയത്താണ് ഒരാൾ അവൈലബിൾ അല്ല. അപ്പോൾ അവസാനം അവർ തന്നെ ചെയ്യാന്നുള്ള ലെവലിലേക്ക് തീരുമാനം എടുത്തു. എനിവേ, എന്തായാലും പേസ് മീറ്റിങ്ങുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാ മീറ്റിങ്ങുകളിലും ആ വന്ന ആളുകളുടെ ഒക്കെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പൊ 8 ആളുണ്ട്, ഈ 8 ആളുടെ വീട്ടിലും വന്നൊരു ചായ കുടിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ചായ തരണം, അതിന്റെ കൂട്ടത്തിൽ ഒരു 5 ആളെ എനിക്ക് അറേഞ്ച് ചെയ്ത് തരാമോ? സിമ്പിൾ. നിങ്ങളുടെ അവരെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ രീതിയിൽ നമ്മൾ അതിനെ കാഷ്വലി ചിന്തിക്കുക. അപ്പോൾ അതിലൂടെ നമുക്ക് ആളുകൾക്ക് ഒരു ഫണ്ണായിട്ട് മാറിക്കൊണ്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയില്ലേ, കളിതമാശയിലൂടെ കാര്യം നടക്കുമ്പോൾ കൂടുതൽ അതിലൊരു രസകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, രണ്ടാമത്തെ ഒരു പോയിന്റ്, ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് CEP ക്ലബ്ബ് പേസ് മീറ്റിംഗിന്റെ ഓൺലൈൻ പതിപ്പാണ്. CEP ക്ലബ്ബ് എന്ന് പറയുന്നത് എന്താണ്? CEP ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീമിന്റെ ലെവലിൽ ചെറിയ ചെറിയ ഓക്കെ, മോർണിംഗ് CEP ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ടീമിന്റെ ലെവലിൽ ഇപ്പോൾ ഒരു 8 ആളോ 5 ആളോ 6 ആളോ 10 ആളോ ഒക്കെ ഉള്ള ചില കുഞ്ഞു കുഞ്ഞു മീറ്റിങ്ങുകളുണ്ട്. ഇത് ബേസിക്കലി ഒരു പേസ് മീറ്റിംഗ് ആണ്, പക്ഷെ എന്താണ്, ഓൺലൈൻ പതിപ്പാണ്. പക്ഷെ ഒറിജിനൽ പേസ് മീറ്റിങ്ങിന് അത് പകരമല്ല. ശരിക്കും അതിന്റെ എഫക്റ്റീവ്നെസ് കിട്ടണമെങ്കിൽ നമ്മളൊരു വീട്ടിൽ എല്ലാവരും കൂടി ഫേസ് ടു ഫേസ് അങ്ങനെ തന്നെ കൂടിയാൽ തന്നെയാണ് അതിനൊരു രസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പല കുടുംബങ്ങളിൽ അല്ലെങ്കിൽ പല നാടുകളിലുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ വല്ലപ്പോഴും വീഡിയോ കോള് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അത് ഒരു പക്ഷെ എന്നാൽ ശരി ഇനി വീട്ടിൽ വരണ്ട എന്നുള്ളതിന് പകരമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. എന്ന് പറയുന്ന പോലെയാണ് CEP ക്ലബ്ബ് ഓൺലൈൻ പതിപ്പാണ്, പക്ഷെ പകരമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് നമുക്ക് പേസ് മീറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ റെഗുലർ ആയിട്ട് പേസ് മീറ്റിങ്ങുകളുടെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഹൈ മൊമെന്റം ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. പേസ് മീറ്റിങ്ങുകളുടെ എണ്ണം കൂടുന്നതിലൂടെ നിങ്ങൾക്ക് ഹോം മീറ്റിംഗ് മിനിമം അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ദെൻ നമുക്ക് പേസ് മീറ്റിങ്ങിലൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ഇവന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം അവാർഡ് ഫംഗ്ഷൻ പ്രൊമോട്ട് ചെയ്യാൻ തന്നെ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയുള്ള കാര്യം, നിങ്ങളുടെ ആ ലോക്കലുള്ള ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുക, നമുക്കൊരു തീരുമാനം എടുത്ത് നമുക്ക് അടുത്ത ലെവലിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് ഒരു ശക്തമായിട്ടുള്ള ഒരു ഓണർഷിപ്പ് ഏറ്റെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആളുകൾക്ക് ഇതൊരു രസകരമാക്കി മാറ്റി നമ്മൾ വലിയ ലെവലിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ.